നിർമത്സരാണാം സദാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈഃ ഈശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷിഭിസ്തക്ഷണാത്. തൃതീയ സ്കന്ധം പാരായണം നടക്കുകയാണ്. ദ്വിതീയ സ്കന്ധത്തിൽ ശ്രീമദ് ഭാഗവതത്തിൻ്റെ ബീജം ആയിട്ടുള്ള ചതുശ്ലോകി ഭാഗവതം അദ്വൈത തത്വം പറഞ്ഞു. ഇന്നലെ നമ്മൾ അതൊന്ന് പറഞ്ഞുവല്ലോ. ഛാന്തോഗ്യോപനിഷത്തിലെ 5-ാം അധ്യായത്തിൽ സനത്കുമാര മഹർഷി ഉപദേശിക്കുന്ന ഭൂമവിദ്യ, അതാണ് ഭാഗവതത്തിലെ പ്രതിപാദ്യമായ വിഷയം. അതാണ് സനത്കുമാരൻ നാരദന് ഉപദേശിച്ചു കൊടുത്തു എന്ന് പുരാണം പറയണത്. വേദാർത്ഥത്തിനെ ഉപബൃംഹണം ചെയ്യലാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതാണ് അതിൻ്റെ ബീജം. ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞു പരമ്പരാപ്രാപ്തം. ആ പരമ്പരയിൽ നാരായണം പത്മഭുവം വസിഷ്ഠം ശക്തിം ച തത്പുത്ര പരാശരം ച വ്യാസം ശുകം ഗൗഡപദം മഹാന്തം ഗോവിന്ദയോഗീന്ദ്രമഥാസ്യ ശിഷ്യം ശ്രീശങ്കരാചാര്യം അഥാസ്യ പത്മപാദം ച ഹസ്താമലകം ച ശിഷ്യം തം തോട്ടകം വാർത്തികകാരമന്യാനസ്മത് ഗുരൂൻ സന്തതമാനതോസ്മി എന്ന് നമ്മൾ ഗുരുപരമ്പര സാധാരണ പറയാറുണ്ട്. അതേപോലെ ഭാഗവതത്തിലും ഗുരുപരമ്പര അങ്ങനെ തന്നെയാണ്. ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, ശുകൻ, പരീക്ഷിത്ത്, സൂതപര്യന്തം അവിടെ നിന്ന് ഇങ്ങനെ വരുന്നു. ഇപ്പോൾ ഈ അറിവൊക്കെ തന്നെ ഭഗവാനിൽ നിന്നാണ് ഉദിച്ചത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത്. ശാസ്ത്രയോനിത്വാത് എന്ന് ബ്രഹ്മസൂത്രത്തിൽ ചതുസൂത്രി ഒരു സൂത്രം. ഈ ശാസ്ത്രങ്ങളൊക്കെ എവിടെ നിന്ന് വന്നു? ബ്രഹ്മം ശാസ്ത്രത്തിന് യോനിയാണ്, സോഴ്സാണ്. ഏത് അറിവും അവിടെ നിന്നാണ് ഒറിജിനലായിട്ട് വരണത്. അത് ഒറിജിനലായി വന്ന ശേഷം പിന്നെ ChatGPT ചോദിച്ചാൽ നമ്മളെക്കാളും മിടുക്കോട് പറഞ്ഞു തരും. ഇന്ന് രാവിലെ എന്തോ ഒരു വിഷയം അതിലേക്ക് ചോദിച്ചിട്ട് എനിക്ക് അയച്ചു തന്നു. ഞാൻ കണ്ട് അന്താളിച്ചു പോയി. എന്തു ഗാംഭീര്യം, എന്തൊരു ക്ലാരിറ്റി. പക്ഷെ വെറും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾക്ക് പോകാൻ സാധിക്കുന്ന ഹൈറ്റ്. അത് ഫിസിക്കലാണെങ്കിൽ മെഷീൻ നമ്മളെ കാണാൻ സാധിക്കും. ഇൻ്റലക്ച്വലാണെങ്കിൽ ChatGPT നമ്മളെ കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ അനാത്മവസ്തുക്കളാണെന്നുള്ളത് കാണിച്ചു തരികയാണ്. ഈ അനാത്മവസ്തുക്കളിലൊന്നും നമ്മൾക്ക് വലുതാവാൻ പറ്റില്ല. ഇനി ഈ പഠിക്കലും പഠിപ്പിക്കലും ഒക്കെ അർത്ഥഹീനമാവാൻ പോവുകയാണ്. അതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് നീ ഇപ്പം അത് പഠിപ്പിക്കും. ഈ പഠിച്ചറിയുന്ന അറിവൊക്കെ തന്നെ വളരെ ലിമിറ്റഡ് ആവാൻ പോവുകയാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെ കവിത ഭംഗിയായിട്ട് എഴുതും. ശ്ലോകങ്ങൾ എഴുതണോ? കൊടുത്താൽ മതി. അതിന് ശ്ലോകം എഴുതി തരും. ശാസ്ത്രത്തിൽ വല്ല സംശയമുണ്ടോ ചോദിച്ചാൽ പറഞ്ഞു തരും. അതിനെ കൊണ്ട് സാധിക്കാത്തത് എന്താ എന്ന് പറയും. നോക്കട്ടെ, എന്താ അതിനെ കൊണ്ട് സാധിക്കാത്തത്? സർജറി ചെയ്യും. ഡോക്ടേഴ്സിനേക്കാളും പെർഫെക്റ്റായിട്ട് സർജറി ചെയ്യും. പാചകം ചെയ്യാനുള്ളവരുണ്ട്. നിങ്ങൾക്കൊന്നും പണിയില്ല. എന്താ പാചകം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പറഞ്ഞു കൊടുത്താൽ അത് കുറച്ചുകൂടെ അത് ഇമ്പ്രൂവ് ആക്കിയിട്ട് ചെയ്തു തരും.
അപ്പോൾ വലിയൊരു സദ്യക്കൊക്കെ പാചകം ചെയ്യണമെങ്കിൽ ചെറിയ ഒരാൾ മതി, ഒറ്റ ആൾ മതി, ഒക്കെ ഏർപ്പാടാക്കി തരും. അപ്പോൾ ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ബാക്കിയുള്ളത് എന്താ പറയൂ? അതിന് സാധിക്കാത്തതും നമ്മൾക്ക് മാത്രം സാധിക്കുന്നതുമായിട്ടുള്ളത് എന്താ? ഇതാണ് അന്വയവ്യതിരേകം. അന്വയവ്യതിരേകം, അന്വയാതിതരതശ്ച എന്ന് പറയുന്നത് സയൻസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു യുക്തിയാണ്. ലോകത്തിൽ നമ്മൾ സാധാരണ പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും ഈ യുക്തി. ഇപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, അതിന് സാധിക്കാത്തതും നമുക്ക് സാധിക്കുന്നതും എന്താ? പ്രിയം, ശാന്തി, സന്തോഷം. ആഹാരം ഉണ്ടാക്കിത്തരും, വിശപ്പ് നമ്മുടെയാണ്, ഉറക്കം നമ്മുടെയാണ്, അല്ലേ? ബേസിക് തിങ്സ് മുതൽക്ക് എല്ലാം നമ്മളിൽ തന്നെ സാധിക്കണം. പ്രിയമായിട്ടിരിക്കുക, ആനന്ദമായിട്ടിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, ഇതിനൊന്നും അതൊന്നും ചെയ്തു തരാൻ പറ്റില്ല. ഉപദേശമൊക്കെ തരും. ഇപ്പോൾ ആളുകൾ അതിൻ്റെ അടുത്താണ് ഉപദേശം, കൗൺസിലിംഗ് ചോദിക്കുന്നത്. അത്രയ്ക്ക് ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ അപ്പോൾ എന്താണ് പ്രകൃതിയിൽ നിന്നും മാറി നിൽക്കുന്ന വസ്തു? പ്രകൃതിയിലുള്ളത് മുഴുവൻ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ സാധിക്കും. യഥാച ഉപകരണവതാം സൗഖ്യം, ഭാഷ്യത്തിലൊരിടത്ത് വരുന്നുണ്ട്. എന്തിനാണ് ആ ദൃഷ്ടാന്തം പറയണമെന്ന് ഓർമ്മയില്ല. ഉപകരണവതാം സുഖം, ഉപകരണമുള്ള ആളുകൾക്ക് എന്ത് സുഖമുണ്ടോ ആ സുഖമേ ഇതുകൊണ്ടൊക്കെ കിട്ടുള്ളൂ. വിത്തം നഹി വിത്തേന തർപ്പണീയോ മനുഷ്യ എന്ന് പറയുമ്പോൾ ഉപകരണം കൊണ്ട് കിട്ടുന്ന സുഖം, കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. ശരി, എളുപ്പമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണു ബാക്കിയുള്ള സമയം? അപ്പോൾ ഈ പ്രകൃതിയിലുള്ളതൊക്കെ തന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നു. പ്രകൃതിയിൽ പെടാത്ത ഒരു കാര്യമേ നമുക്കുള്ളൂ. നോക്കൂ, വേദാന്തം അറിയണമെങ്കിൽ വളരെ എളുപ്പമാണ്. വേദാന്ത ദീക്ഷ എന്ന് പറയുന്നത് ഇതാണ്. അതായത് അഹം ബ്രഹ്മാസ്മി എന്ന് മഹാവാക്യം പറഞ്ഞു. ഈ മഹാവാക്യത്തിൻ്റെ പൊരുൾ ഞാൻ ബ്രഹ്മമാണ് എന്ന് അല്ല. എല്ലാവരും അങ്ങനെയാണ് ധരിക്കണത്. അങ്ങനെ അർത്ഥം പറഞ്ഞാൽ ശരിയാവില്ല. ബ്രഹ്മം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ, ഇല്ലേ? അത് വെറും ഒരു ശബ്ദമാണ്, വേദപ്രതിപാദ്യമായ ഒരു ശബ്ദമാണ് ബ്രഹ്മം. ബ്രഹ്മം എന്താണെന്ന് നമുക്കറിയില്ല. ബ്രഹ്മം ഞാൻ ഗോപാലകൃഷ്ണനാണ്. ആരാ ഗോപാലകൃഷ്ണൻ? എനിക്കറിയില്ല, ഇല്ലേ? ഞാൻ ബ്രഹ്മം എന്താ എനിക്കറിയില്ല. അത് വെറും ഒരു ശബ്ദമാണ്. ബൃഹത്വാത്, ബ്രഹ്മണത്വാത്, അതും വെറൊരു ശബ്ദമാണ്, അറിയില്ല. അപ്പോൾ ബ്രഹ്മം എന്നുള്ളത് കൊണ്ട് വേദം ഉദ്ദേശിക്കുന്നത് നമുക്ക് പൂർണ്ണത തരുന്നതും, എന്തൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നൊന്നും കിട്ടാനില്ലയോ അതും, ഏതൊരു സൗഖ്യം നേടിക്കഴിഞ്ഞാൽ മറ്റൊന്നും നമ്മൾ അന്വേഷിച്ചു പോവില്ലയോ അങ്ങനെ. ഹൈയസ്റ്റ് ഫുൾഫിൽമെൻറ്റ്, അതാണ് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന വാക്ക്. തികഞ്ഞു, മതി, ഇനി ഒന്നും വേണ്ട എന്നുള്ള തൃപ്തി. ആ തൃപ്തിക്ക് ഒരു ആകമൊത്തമുള്ള ഒരു പൂർണ്ണതയെ ബ്രഹ്മമെന്ന് ശ്രുതി വിളിച്ചു. ആ ബ്രഹ്മം നമ്മളിൽ ഞാൻ എന്ന അനുഭവരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് മഹാവാക്യത്തിനർത്ഥം. ഇങ്ങനെ അല്ലാതെ ഇതിനെ പൂർവപക്ഷവും സിദ്ധാന്തവും പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. ബ്രഹ്മം എന്ന് ശ്രുതിപ്രോക്തമായ വസ്തു ഞാൻ എന്നുള്ള അനുഭവരൂപത്തിൽ എല്ലാവരിലും സിദ്ധമാണ്. അതൊന്നു മാത്രമേ നമുക്കറിയുള്ളൂ. ഇപ്പോൾ ഭഗവാൻ നമുക്കറിയില്ല, വൈകുണ്ഠം നമുക്കറിയില്ല, കൈലാസം നമുക്കറിയില്ല, അതൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഒക്കെ ശ്രോത്രസ്പർശിഷു അസ്പൃഷ്ട വസ്തുഷു എന്ന് പറയും. ചെവിയിൽ തൊടണേ ഉള്ളൂ, വസ്തുവിനെ തൊട്ടിട്ടില്ല. ചെവിയിൽ തൊട്ടു, വസ്തു എന്താ അറിയില്ല നമുക്ക്. അപ്പോൾ നമുക്കറിയണത് എന്താ? ഞാനുണ്ട് എന്നറിയാം. അഹമസ്മി.
ഈ അഹമസ്മി എന്നുള്ള ഈ അനുഭവത്തിന് നോക്കൂ. ഇപ്പം ഞാനിപ്പോൾ പറയണു, ഇത് പറയണത് കേട്ടിട്ട് നിങ്ങൾ ഇത് റീപ്രൊഡ്യൂസ് ചെയ്താൽ ഈ ജ്ഞാനമാവില്ല. റെക്കോർഡ് ചെയ്ത് കിട്ടുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാം ഈ വേർഡ്സ്, ഈ വാക്ക്. അത് ജ്ഞാനമാവില്ല. നിങ്ങൾ ആ അഹമസ്മി എന്നുള്ള സത്തയിൽ ഇരിക്കണം, ആ വസ്തുസ്ഥിതിയിൽ ഇരിക്കണം. ആ വസ്തുവിനെ സ്വയം ചകഞ്ഞു നോക്കി കാണണം, ഉള്ളിൽ ആരാഞ്ഞ് കാണണം. ഈ ബ്രഹ്മബീജം അവിസ്മരൻ എന്ന് ഭാഗവതം പറയുന്നുണ്ട്. ബ്രഹ്മബീജം പൊതുവേ വ്യാഖ്യാനമൊക്കെ ടീക്കാക്കാരനൊക്കെ പറയുന്നത് പ്രണവം എന്നാണ്. പക്ഷെ ബ്രഹ്മബീജം ഇതാണ്. പ്രണവത്തിനും അർത്ഥമായിട്ടുള്ളത്, ഇപ്പോൾ പ്രണവം ഒരു ശബ്ദമാണ്, അതിനും അർത്ഥമായിട്ടുള്ളത് ഈ ആത്മാവാണ്. ഈ ശുദ്ധ ചൈതന്യം എല്ലാവരിലും ഉപലബ്ധമായിട്ടുള്ള ചൈതന്യം. അതിന് ബഹിരംഗത്തുനിന്ന് പരീക്ഷിക്കുമ്പോൾ പറയും എന്തുള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കുന്നുവോ, ഏതൊന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോകുമോ, അതൊക്കെ യുക്തി, അന്വയ വ്യതിരേകം. പക്ഷേ അതാണോ കാര്യം? ഇപ്പം ജീവിക്കണു. ഇപ്പം ജീവിക്കുന്നത് ആരാ? ഈ ശരീരത്തിൽ കണ്ണ് തുറന്നു കഴിഞ്ഞാൽ കാണുന്നു, ചെവി കൂടെ കേൾക്കുന്നു, മൂക്കിലൂടെ മണക്കുന്നു, നാവിലൂടെ രുചിക്കുന്നു. കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ സ്വപ്നം കാണുന്നു, സ്വപ്നവും കാണാതെ ഉറങ്ങുന്നു സുഷുപ്തിയിൽ. ഈ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നത് ആരാണ്? ഞാനാണ്. ഈ ഞാനിപ്പോൾ ഇവിടെ അനുഭവ രൂപത്തിൽ സ്വയം പ്രകാശമായിട്ട് ഉണ്ട്, സ്വരാട്ട്. ഇതാണ് ചതുശ്ലോകിയിലെ അഹം ശബ്ദത്തിൻ്റെ അർത്ഥം. നമ്മളിപ്പോൾ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു, അത് കഥയാണ്, നമുക്ക് ബഹുമാനം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്ന കഥയാണ്. നമുക്കൊരു മാഹാത്മ്യം ഉണ്ടാവാൻ വേണ്ടി ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു എന്ന് പറയുന്ന കഥയാണ്. പക്ഷെ അതിന് സാരം എന്താണ്? അഹമേവ ആസമേവാഗ്രേ. ഏത് അഹം? അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അപ്പോഴേ അഹം പദത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. അല്ലാതെ എവിടെയോ ഉള്ള നാരായണൻ എല്ലാം മുമ്പ് ഉണ്ടായിരുന്നു, അത് പറഞ്ഞു കേൾക്കുകയാണ്, പുറത്തുനിന്നുള്ള വാച്യാർത്ഥമാണ്. അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഇല്ലേ? ശ്രുതി നമുക്ക് പറയണത് ആ ഭഗവാൻ, ആ ബ്രഹ്മം നമ്മളിൽ അഹം ശബ്ദവാച്യമായിട്ട് ഇരിക്കണം. അത് സത്ത മാത്രമാണ്, എക്സിസ്റ്റൻസ്. ആ സത്ത ന അഭാവോ വിദ്യത്തെ സത്ത. ആ ഉണ്മയ്ക്ക്, ഇരുപ്പിന് അഭാവമില്ല. ഏതൊന്ന് മുമ്പ് ഉണ്ടായില്ല, പിന്നീട് ഉണ്ടാവില്ല, ഇപ്പോൾ തോന്നുന്നുണ്ടോ, അത് വാസ്തവത്തിൽ ഇല്ല. അങ്ങനെ എന്തൊക്കെ ഉണ്ടോ പറയൂ? കുറച്ച് കാലം മുമ്പ് ഉണ്ടായിരുന്നില്ല, ഇനി കുറച്ച് കാലം കഴിഞ്ഞാൽ ഉണ്ടാവില്ല, ഇപ്പോൾ ഉണ്ട്. എന്താ അത്? ശരീരം മാത്രമാണോ? നമ്മളുടെ മനസ്സ്, ചിത്തവൃത്തികൾ, പല പല അറിവുകൾ, അല്ലേ, എല്ലാം ഇപ്പോൾ ഉണ്ട്, കുറച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ എന്താ? അത് ഉള്ളപ്പോഴും ഇല്ല. ഇങ്ങനെയാണ് വേദാന്തത്തിൻ്റെ മനോനിഗ്രഹം. അല്ലാതെ വേദാന്തത്തിൻ്റെ മനോനിഗ്രഹം മെഡിറ്റേഷനിലൂടെയല്ല. വേദാന്തത്തിൻ്റെ മനോനിഗ്രഹം വലിയ ഡിപ്രഷൻ ഉള്ളിൽ തോന്നുന്നു. അപ്പോൾ ഈ യുക്തി പറയുകയാണ്, കുറച്ച് നേരം മുമ്പ് ഉണ്ടായിരുന്നില്ലല്ലോ, ഇത് ഇല്ല, നല്ല ആനന്ദമായിട്ടിരുന്നു, ഇപ്പോൾ ഇതാ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കും. ഇനിയിപ്പോൾ ഈ ഡിപ്രഷനെ ഞാൻ വെച്ചുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചാൽ നിൽക്കുകയൊന്നുമില്ല, നാളെ പോയി കളയും. ഈ ഡിപ്രഷൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഇന്നിങ്ങനെ ഡിപ്രഷൻ ആനന്ദമായിട്ട് ഇരിക്കാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ച് ആ ഡിപ്രഷൻ ഒന്ന് പിടിച്ചു നിർത്തി നോക്കും, നിൽക്കില്ല, അത് പോകും. അപ്പോൾ ആഗമാപായിനഃ അനിത്യാഹ താൻ തിതിക്ഷസ്വ ഭാരത. അത് വരികയും പോവുകയും ചെയ്യുന്നതാണ്, നിത്യമല്ല. അപ്പോൾ ഇതിന് ഉദിക്കാനും നിൽക്കാനും ലയിക്കാനും ഇടം കൊടുത്തുകൊണ്ട് ഒരു അധിഷ്ഠാനമുണ്ട്. ജന്മാദ്യസ്യ യതഃ. ആ അധിഷ്ഠാനമാണ് നമ്മളിൽ നമ്മളുടെ സത്തയായിട്ട് അനുഭവസ്വരൂപമായിട്ട് പ്രകാശിക്കുന്നത്. അസ്മിത, അഹം ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ സത്ത, ഇല്ലേ? ഇപ്പോൾ ഒരു ഇരുട്ട് റൂമിലിരിക്കുമ്പോൾ ഞാനുണ്ട് എന്നൊരനുഭവമുണ്ട്. സുഷുപ്തിയിൽ നോക്കുമ്പോൾ അല്പം കൂടെ തെളിച്ചത്തോടു കൂടെ കാണും. പക്ഷേ സുഷുപ്തി എപ്പോഴും ഭൂതകാലമാണ്. ഇപ്പോൾ സുഷുപ്തിയിൽ നമുക്ക് വിചാരം ചെയ്യാൻ പറ്റില്ല, ഇപ്പോൾ ഇല്ല, കുറച്ച് നേരം മുമ്പ് സുഷുപ്തി. അപ്പോൾ സുഷുപ്തിയെ പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ മനസ്സിലാവും, ശരീരം ഒന്നുമില്ല, പക്ഷേ ആ സത്തയുണ്ട്, സുഖമായിരുന്നു. അപ്പോൾ ആ സത്തയിൽ സുഖമുണ്ട്, അസ്ഥിതയിൽ സുഖമുണ്ട്, അസ്തിത്വത്തിൽ സുഖമുണ്ട്. ആ സുഖത്തിൻ്റെ പ്രത്യഭിജ്ഞയാണ് വരേണ്ടത് ഉള്ളിൽ.
അപ്പോൾ ഈ ഞാൻ എന്നുള്ള അനുഭവം, ഞാൻ എന്നുള്ള അനുഭവത്തിൻ്റെ സ്വരൂപം അത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല. എല്ലാം തള്ളിക്കളയുമ്പോൾ ഏതൊന്ന് അവശേഷിക്കുന്നു? ആ സത്ത ആസമേവാഗ്രേ ഏവ ആസീത് അഗ്രേ. പണ്ട് ആ സത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മാവാ ഇതമഗ്ര ആസീത്. ആത്മാവൊന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏകമേവ അദ്വിതീയം. രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ശ്രുതി വേറൊരു വിധത്തിൽ പറയുകയാണ്. ഇതേ കാര്യം ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ത്രികാലത്തിലും ആത്മാവ് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും അതേ ഉള്ളൂ, ഇനി ഫ്യൂച്ചറിലും അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ആത്മാവിൽ മറ്റുള്ളതൊക്കെ ഉദിക്കുകയും നിൽക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. നമുക്കത് പ്രശ്നമല്ല. ആത്മാവിനെ നേരിട്ട് അറിയാൻ നിധിധ്യാസനം ചെയ്യണം. നിധിധ്യാസനം എന്താ? ആദ്യം നമ്മളിപ്പോൾ ശ്രവണം ചെയ്യണു, പിന്നെ മനനം തെളിഞ്ഞ് വിചാരം ചെയ്യുന്നു, പിന്നെ നേരെ ധ്യാനിക്കുകയാണ്. എന്തിനെ ധ്യാനിക്കുകയാണ്? കേവലമായ ഇരുപ്പ്, സത്ത, അസ്തിത്വം, നിലനിൽപ്പ്, എന്തു വേണമെങ്കിൽ പറയൂ, എക്സിസ്റ്റൻസ്. ആ സത്തയെ സത്താമാത്ര ശരീരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. സത്താമാത്ര ശരീരം, വെറും സത്ത, അസ്തിത്വം. അപ്പോൾ അത് അഹമേവ ആസമേവ അഗ്രേ. ഭഗവാൻ ചതുശ്ലോകി ഭാഗവതം പറയുമ്പോൾ പറഞ്ഞു, ആദ്യം ഒരു ആശീർവാദം കൊടുത്തു ബ്രഹ്മാവിന്, ഞാനിതാ അനുഗ്രഹിക്കുന്നു, ജ്ഞാനം വരട്ടെ. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണല്ലോ. ജ്ഞാനം, വിജ്ഞാനം, രഹസ്യം, അംഗം, 4 കാര്യങ്ങൾ ചേർത്ത് കൊടുത്തു. എന്നിട്ടാണ് ഇത് ഉപദേശിക്കുന്നത്. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സൃഷ്ടി വന്ന ശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ, സംഹാരശേഷവും ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഉള്ളൂ എന്നുള്ള വാക്കിനർത്ഥം തന്നെ ആത്മാവിൽ മാത്രമേ ചേരുള്ളൂ. ഇപ്പം നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നു, ഇത് കാണുന്നു, അത്രയേ ഉള്ളൂ. ഉണ്മയെ അനുഭവിക്കാൻ പറ്റില്ല. എൻ്റെ ശരീരത്തിനെ ഞാൻ സെൻസ് ചെയ്യുന്നുണ്ട്. നുള്ളിയാ അറിയാം, വേർത്താ അറിയാം. അതിൻ്റെ അസ്തിത്വം എനിക്ക് അനുഭവമില്ല. ലിവർ, കിഡ്നിയൊക്കെ അനോട്ടോമി ക്ലാസ്സിൽ പഠിക്കുന്നതാണ്, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ തന്നെ സാധനങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞു തന്നിട്ടാണ് പഠിക്കുന്നത്. ഡോക്ടർമാർ തന്നെ പുതിയതായിട്ട് കണ്ടുപിടിക്കുക. നമ്മുടെ ഉള്ളിലെ ഗ്രഹം കണ്ടുപിടിക്കണ പോലെ, ഗ്രഹങ്ങളൊക്കെ കണ്ടുപിടിക്കണ പോലെ ഒരു പുതിയ അംഗമുണ്ട്. ഒക്കെ പഠിച്ച്, അപ്പോൾ ഇതൊക്കെ അനാത്മ വസ്തുക്കളാണ്. സ്വയമേവ അതിൻ്റെ ഒന്നും അസ്തിത്വം നമുക്കറിയില്ല. കോടിക്കണക്കിന് നെർവ്സ്, നാഡികൾ, ഞരമ്പുകൾ ഉള്ളിലുണ്ട്. ഇതിന് ഓരോന്നിനും സ്പെഷ്യലൈസ് ചെയ്യാണ് മെഡിക്കൽ സയൻസിലും മറ്റുമൊക്കെ. പലതിലും ഇങ്ങനെ വിരിഞ്ഞു പോവുകയാണ്. ബഹുശാഖാഹി അനന്താശ ബുദ്ധയ. വേദാന്തത്തിലാണെങ്കിലോ ഏകത്വ നിശ്ചയമാണ്. വ്യവസായാത്മിക ബുദ്ധി ഏകേഹ കുരുനന്ദന. ആ ഏകബുദ്ധിയാണ് ഇപ്പോൾ ഇവിടെ ഭഗവാൻ ഉപദേശിക്കുന്നത്. ഏകമേവ അദ്വിതീയം. ഇപ്പോൾ ശ്രദ്ധ എന്താ? അപ്പോൾ നോക്കൂ, ഏകമേവ അദ്വിതീയം, രണ്ടാമതൊന്നില്ല. ആ ഏകം എന്താണ്? ഇവിടെ അഹമസ്മി എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നു. അനുഭവമാണ് അസ്തിത്വം. ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാവണില്ലായിരിക്കാം ഇപ്പോൾ പറയണ കാര്യം. എന്നാലും നമുക്ക് വേറെ ഏതോ ഭാഷയിലാണ് സംസാരിക്കണമെന്ന് വിചാരിച്ചോളാം. എന്നാലും ഇത്തിരി ശ്രദ്ധിച്ച് കേട്ടോളാം. ഒന്നും ഉള്ളിൽ അങ്ങോട്ട് തെളിഞ്ഞാൽ രക്ഷപ്പെട്ടു പോകും, രക്ഷപ്പെടും. കാര്യം എന്താണ് എന്ന് വെച്ചാൽ ഉള്ളത് ഇല്ലാത്തത് എന്ന് 2 കാര്യമാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞത്. ഉള്ളത് എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും അതിൻ്റെ ഉണ്മയുടെ അനുഭവം നമുക്ക് ഉണ്ടാവണം. അനുഭവമാണ് ഉള്ളത്. ഇപ്പം അനുഭവം എന്ന് പറഞ്ഞാൽ അനുഭവം തന്നെ എന്താണെന്ന് നമുക്കറിയില്ല. അനുഭൂതി വേണം എന്ന് പറയും. അനുഭൂതിയും മുമ്പ് ഉണ്ടായില്ല, ഇനി വരാൻ പോകുന്ന അനുഭൂതിയാണെങ്കിൽ അത് ഇനിയൊരു മറ്റൊരു കാലത്ത് ഇല്ലാതായിട്ട് തീരും. അപ്പം അനുഭൂതി ആത്മാ,
അനുഭൂതി എന്ന് വെച്ചാൽ ആത്മാവിന് മറ്റൊരു പേരാണ്. ബാക്കി ഇപ്പം നിങ്ങളെ കാണുന്നു, അനുഭൂതിയല്ല, പ്രതീതിയാണ്. എൻ്റെ തന്നെ ശരീരം പ്രതീതിയാണ്, ചിത്തം പ്രതീതിയാണ്. ഉള്ളിൽ വരുന്ന ചിത്രങ്ങളും ദൃശ്യങ്ങളും ദർശനങ്ങളും ഒക്കെ പ്രതീതിയാണ്. അനുഭൂതി എന്ന് പറയണത് അഹം എന്ന അനുഭവം മാത്രം, കേവലമായ അനുഭവം മാത്രമാണ് അനുഭൂതി. ചിത്ത് ലളിതാ സഹസ്രനാമത്തിൽ ദേവിയുടെ സ്വരൂപമൊക്കെ പറയുമ്പോൾ വളരെ മനോഹരമായിട്ട് പറഞ്ഞു. ചിത്തിഹി എന്താ? ചിത്തിഹി. ചിത്തി എന്താ? തത്പദലക്ഷ്യാർത്ഥ. തത്വമസി എന്ന മഹാവാക്യത്തിൻ്റെ ഉൾപ്പൊരുളാണത്. ചിത്തിഹി തത്പദലക്ഷ്യാർത്ഥ ചിദേക രസരൂപിണി. ഇതൊക്കെ വേദാന്തത്തിൻ്റെ സാരമാണത്, എസൻസാണ്. അപ്പോൾ ആ ചിത്ത് നമ്മളിൽ അഹം എന്ന അനുഭവം എന്ന് പറയുന്നത് അഹമാണ്. സത്വഭാസിക ചിത്ക്വവേതര സത്തയാഹി ചിത്തയാഹി അഹം. ഉപദേശസാരം, ഭഗവാൻ രമണ മഹർഷിയുടെ ഉപദേശസാരമാണിത്. സത്വഭാസിക ചിത്ക്വവേതര. സത്തിനെ പ്രകാശിപ്പിക്കാൻ വേറൊരു ചിത്ത് എവിടെ? സത്തയാഹി ചിത്ത്. സത്ത് തന്നെയാണ് ചിത്ത്, ചിത്ത് തന്നെയാണ് അഹം. അപ്പോൾ അഹം എന്ന അനുഭവ രൂപത്തിൽ ഇത് ഉള്ളിൽ ആരാഞ്ഞ് കാണണം കേട്ടോ. വീണ്ടും വീണ്ടും ഞാൻ പറയണതാണ് കാര്യം. എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ ഇത് കേട്ട് നിങ്ങൾക്ക് ബുദ്ധി സാമർഥ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കും, പക്ഷെ ആ കാര്യമാവില്ല. നിങ്ങൾക്ക് ബുദ്ധി സാമർഥ്യമുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഇത് മനസ്സിലാക്കി വയ്ക്കും. പക്ഷെ ഇതിൻ്റെ ബീജം അനുഭവ രൂപത്തിൽ ഉള്ളിൽ കിടക്കുന്നത് കണ്ടുപിടിക്കണമെങ്കിൽ ബാക്കിയൊക്കെ അങ്ങോട്ട് നീക്കി വെച്ച് ക്രിയാന്തരാസക്തി അപാസ്യ കീട്ടക്കോ ധ്യായൻ യഥാളിം ഹി അലിഭാവമർച്ചതി. ബാക്കിയൊക്കെ നീക്കി വെച്ചിട്ട് ഈ ചിത്രശലഭത്തിനെ ധ്യാനിക്കുന്ന കീടം പോലെ ഒരു ദൃഷ്ടാന്തം പറയാണ്. ഉള്ളിൽ ആ സത്തയെ, ആ ബ്രഹ്മബീജത്തിനെ എടുത്തെടുത്ത് സ്മരിക്കണം. ഈ അഹം എന്ന അനുഭവ രൂപത്തിൽ സിദ്ധമാണ് ബ്രഹ്മം നമ്മളുടെ ഉള്ളിൽ. ചിത്ത് നമുക്ക് സിദ്ധമാണ്. ചിത് സ്വരൂപേണ അവസ്ഥാനം എന്നാണ്. അപ്പോൾ അത് ഉള്ളിൽ അഹം എന്ന അനുഭവ രൂപത്തിൽ സിദ്ധമായിട്ടിരിക്കുന്ന ആ ബ്രഹ്മബീജത്തിനെ നമ്മൾ ആ ബ്രഹ്മബീജത്തിലേക്ക് തിരിക്കുമ്പോൾ അത് ശാശ്വത വസ്തുവാണ്. ദേശകാലാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാണ്. വളരെ വ്യക്തമാണ്. നിത്യമുക്തമാണത്. ദേശകാലങ്ങളൊന്നുമില്ല അവിടെ. അതുകൊണ്ടാണ് സുഷുപ്തിയിൽ ദേശകാലം അറിയാത്തത്. കാരണം ആ ചിത്ത് മാത്രമേ ഉള്ളൂ അവിടെ. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ സമാധി പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷേ സുഷുപ്തി എല്ലാവർക്കും മനസ്സിലാവും. സുഷുപ്തിയിൽ ദേശവും കാലവും ഇല്ല. എവിടെ കിടക്കണമെന്ന് അറിയില്ല, എത്ര നേരമായി എന്നറിയില്ല, കഴിഞ്ഞു. എന്തേ? ദേശകാലങ്ങളൊക്കെ മനസ്സ് വിരിഞ്ഞാലേ ഉള്ളൂ. മനസ്സടങ്ങിക്കഴിഞ്ഞാൽ ദേശകാലം അറിയില്ല. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം പുനരൊരു പുരുഷാർത്ഥാത്മകം. അപ്പോൾ അത് നമ്മളുടെ ഉള്ളിൽ സിദ്ധവസ്തുവായ അനുഭവസ്വരൂപമായി അഹം എന്ന ചൊല്ലിന്, ഞാൻ എന്ന ചൊല്ലിന് പൊരുളായി വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ബ്രഹ്മബീജം. ഈ ബീജത്തിൽ ശ്രദ്ധ പോണം. ഈ അസ്ഥിതാമാത്രമായ വസ്തുവിൽ ശ്രദ്ധ പോണം. ഈ ശ്രദ്ധയെ അതിനകത്തേക്ക് തിരിച്ചു വിടലാണ് ഗുരുവിൻ്റെ ജോലി. ശക്തിപാതം എന്നൊക്കെ പറയും. ശക്തിപാതം എന്താണെന്ന് വെച്ചാൽ, അത്തരത്തിൽ പ്രഭാവമുള്ള ഒരു മഹാപുരുഷൻ്റെ സന്നിധിയിലോ വാക്കിലോ മന്ത്രത്തിലോ സ്പർശത്തിലോ പ്രവേശിച്ച് ഈ സംഘർഷണ ശക്തി, ഈ സാധകൻ്റെ ചിത്തത്തിനെ അന്തർമുഖമാക്കി സ്വരൂപോന്മുഖമാക്കി തീർക്കുകയാണ്. എന്നുവെച്ചാൽ ഈ ചിത്തരംഗത്തിലേക്ക് തിരിച്ചുവിടുകയാണ് ശ്രദ്ധയെ. ഈ ഉള്ളിലേക്ക് തിരിച്ചുവിടുകയാണ്. അതിനൊരു പരിശ്രമമാണ് നമ്മളൊരു മന്ത്രമൊക്കെ പിടിച്ച് ഉള്ളിൽ ചെല്ലുന്നത്. ഒരു മന്ത്രമൊക്കെ ജപിച്ച് അന്തർമുഖമായി മന്ത്രത്തിനെ ഗ്രഹിച്ചിട്ടും മറ്റും പതുക്കെ സ്പന്ദനശാസ്ത്രമാണ്. ആ സ്പന്ദനം, ചിത്തവൃത്തികളൊക്കെ സ്പന്ദനമാണ്. അങ്ങനെ സ്പന്ദനം അതീവ സൂക്ഷ്മമായി സ്പന്ദനത്തിനൊക്കെ അധിഷ്ഠാനമായിട്ടിരിക്കുന്ന അസ്പന്ദമായിട്ടുള്ള വസ്തു, അഹം ശബ്ദവാച്യമായ വസ്തു, ആ സത്തയെ അകമേക്ക് അകക്കണ്ണുകൊണ്ട് കാണേണ്ടിയിരിക്കണം. ബോധം
ആ ബോധത്തിനെ ബോധം വരുത്തുവതിന് ആളായി നിന്ന പരമാചാരി. അപ്പോൾ ആ ബോധം ഉള്ളിൽ നമ്മുടെ സ്വരൂപമായി പ്രകാശിക്കണം. ആ പ്രകാശിക്കുന്നതിനെ അറിഞ്ഞു കഴിയുമ്പോൾ ത്രികാലാബാധ്യമാണത് എന്ന് അറിയും. ഇതാണ് ശാസ്ത്രം പറയുന്ന വാക്ക്. ത്രികാലാബാധ്യം എന്ന് വെച്ചാൽ പാസ്റ്റിലുമുണ്ട്, പ്രസൻറ്റിലുമുണ്ട്, ഫ്യൂച്ചറിലുമുണ്ട്. ടൈം കൊണ്ട് ബാധിക്കപ്പെട്ടില്ല. കാല ദേശാവധിഭ്യാം നിർമുക്തം. അതാണ് ത്രികാലാബാധ്യം. അതാണ് ഭഗവാൻ പറഞ്ഞത് അഹമേവ ആസം. ആസം എന്നുള്ളത് പാസ്റ്റ് ടെൻസാണ്. പശ്ചാത്തഹം പ്രസൻറ്റ് ഇപ്പോൾ. യോ അവശിഷ്യേത സോസ്മിഹം. എല്ലാം നശിച്ചു പോയാലും അതങ്ങനെ ഇരിക്കും. അപ്പോൾ 3 കാലത്തിലും എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ ചിദ്രൂപേണ വർത്തിക്കുന്നതായ സത്തയെ കേൾക്കൂ. കേട്ടിട്ട് എന്ത് വേണം? അവിടെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിന. ഇത് കേട്ടിട്ട് കാര്യമില്ല, അറിഞ്ഞിട്ടും കാര്യമില്ല, ഇത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇത് സ്വയമേവ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമുക്ക് തൃപ്തി വരില്ല. ഉള്ളിൽ തായുമാനവർ തമിഴിലൊരു പാട്ട് പറഞ്ഞു. ഏതാണ്ടൊക്കെ പഠിച്ചു ഞാൻ. എനിക്കതിൻ്റെ എല്ലാ വാക്കുകളും അറിയാം. അദ്ദേഹം ഒരു തമിഴ് പാട്ടിൽ പറയുന്നുണ്ട്, സിദ്ധാന്തികൾ വരുമ്പോൾ, സിദ്ധാന്തികൾ എന്ന് വെച്ചാൽ തമിഴിൽ പൊതുവെ ശൈവ സിദ്ധാന്തികളാണ്. സിദ്ധാന്തികൾ വരുമ്പോൾ ഞാൻ വേദാന്തം പറഞ്ഞ് അവരെ അടക്കും. വേദാന്തികൾ എന്നോട് വാദിക്കാൻ വരുമ്പോൾ ഞാൻ സിദ്ധാന്തം പറഞ്ഞവരെ അടക്കും. ചിലപ്പോൾ ന്യായം പറഞ്ഞ് അടക്കും. എല്ലാവരെയും അടക്കിക്കഴിഞ്ഞു എന്ന് തോന്നിയപ്പോഴാണ് മനസ്സിലായത് ഞാൻ അടങ്ങിയിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഞാൻ അടങ്ങിയില്ല എന്ന് എനിക്ക് മനസ്സിലായി. കറ്റ അറിവാലുനൈ ഞാൻ കണ്ടവൻ പോൽ സൂത് ആടിൽ കുറ്റം എന്ന് എൻ നെഞ്ചയെ കൊതിക്കും പരാപരമേ. എൻ്റെ നെഞ്ചിൽ കുറ്റം തോന്നുകയാണെന്നാണ്. എന്തിനാ കുറ്റം എന്ന് വെച്ചാൽ പഠിച്ച അറിവ് കൊണ്ട് ഞാൻ കണ്ടവനെ പോലെ വളവളാന്ന് പറഞ്ഞാൽ ഭഗവാനെ എൻ്റെ ഉള്ളിൽ കുറ്റം എന്ന് തോന്നുകയാണ്. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമിയുടെ പോലും ഒരു ശ്ലോകം അവർ ദിവസം രാമകൃഷ്ണാശ്രമത്തിലൊക്കെ പാടും. ബംഗാളിയാണ് ആ ആരത്തി പാടും. അപ്പോൾ അതിൽ വരും ഒരു ശ്ലോകം, വാക്കുകൊണ്ട് പറയുന്നതൊക്കെ ഭഗവാനെ മനസ്സിലൊന്നും വരണില്ല, അനുഭവത്തിൽ വരണില്ലല്ലോ എന്ന്. മഹാപുരുഷന്മാർ പോലും ഇങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. അതൊക്കെ അനുഭവത്തിൽ വരണമല്ലോ എന്ന്. അപ്പോൾ അനുഭൂതി നിത്യസിദ്ധമായ ആത്മാവിൻ്റെ സ്വരൂപമാണ്. അതിനെ സമാധിയിൽ അനുഭവിക്കണം. സമാധി എന്ന് വെച്ചാൽ ഇതര വൃത്തികളെയൊക്കെ നീക്കിയിട്ട് മറ്റു വൃത്തികളുടെ പ്രതിബന്ധമൊന്നുമില്ലാതെ ശുദ്ധമായി ബോധം ഇതര വൃത്തി പ്രതിബന്ധം കൂടാതെ നിൽക്കുന്ന നില. ആ നിലയാണ് സമാധി. ഈ സമാധി ഏതൻ മതം സമാധിഷ്ഠ പരമേണ സമാധിന നിർവികൽപക സമാധിനാ സ്ഫുടം ബ്രഹ്മതത്വം അവഗമ്യത്തെ ധ്രുവം നാന്യഥാ ചലതയാ മനോഗതേഹേ പ്രത്യയാന്തര വിമിശ്രിതം ഭവേത്. വിവേക ചൂടാമണിയിൽ ശങ്കരാചാര്യർ പറഞ്ഞു, ബാക്കി സമയത്തൊക്കെ മറ്റു പ്രത്യയങ്ങൾ അതിനെ കലക്കിക്കളയും. ഞാൻ ഇവനാണ്, അവനാണ്, അതാണ്, ഇതാണെന്നൊക്കെ തോന്നും. അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ശുദ്ധമായ ചിന്മാത്രമായ ആ ബോധത്തിനെ സ്വരൂപത്തിൽ ഉള്ളിൽ അനുഭവിച്ച് ഉപാധികളുടെ സമ്പർക്കം കൂടാതെ ശുദ്ധമായ ചൈതന്യത്തിനെ അനുഭവിച്ച് അഭ്യസിക്കണം, പ്രകാശിക്കണം. അത് ഇന്ന് രാവിലെ നമ്മൾ ചർച്ച ചെയ്ത ശ്ലോകം പോലും അതാണ്. ഘടാകാശവും മഹാകാശവും ഒക്കെ ആകാശത്തിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്നാണ്. ഘടമാണ് അതിനൊരു പരിച്ഛേദം ഉണ്ടാക്കുന്നത്, ഉപാധി. അപ്പോൾ ആ ഉപാധി വിട്ട് തന്നൈ ഉപാധി വിട്ട് ഓർവത്, ഉപാധിയെ വിട്ട് കഴിഞ്ഞാൽ താൻ തൻ്റെ അസ്തിത്വം ശുദ്ധ ചൈതന്യമയമാണ്. അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ, ആ ചൈതന്യത്തിനെ അറിഞ്ഞു കഴിയുമ്പോൾ കൽപ്പവികൽപ്പങ്ങളിലും മോഹിച്ചു പോവില്ല. സമാധിപ്രജ്ഞ കൊണ്ട് സത്യം അറിഞ്ഞവനും പഠിച്ചിട്ട് അറിഞ്ഞവനും കടലും വെള്ളത്തുള്ളിയും പോലെ വ്യത്യാസമുണ്ട്. എന്തൊക്കെ തന്നെ പഠിച്ചാലും, എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അതെ,
മറ്റുള്ളവരെ വേണമെങ്കിൽ ഭ്രമിപ്പിക്കാം, അവനവന് സ്വസ്ഥത വരില്ല, വിശ്രാന്തി വരില്ല, തൃപ്തി വരില്ല. സമാധിപ്രജ്ഞ കൊണ്ട് ഈ സത്യം അറിയണം. ഇത് വേദാന്ത നമുക്കറിയാം, വേദാന്ത സമ്പ്രദായത്തിൽ ഒരുപാട് ചർച്ചയുള്ള വിഷയമാണത്. അവർ വിചാരം കൊണ്ട് മതി എന്ന് പറയുമ്പോൾ, വിചാരമെന്ന് പറഞ്ഞ് അവിടെ നിർവിശേഷമായ സത്യത്തിനെ അറിയുന്നതും സമാധിയാണ്. അത് യോഗികൾ പറയുന്ന സമാധി അല്ലാന്ന് മാത്രം. നിർബീജ സമാധി, യോഗികൾ ട്രാൻസ് പലത്, അതൊക്കെ സ്പിരിച്വലി ഹയർ സ്റ്റേറ്റ്സ് ആണ്. പക്ഷേ വേദാന്തികളിത് പറയുമ്പോൾ ഉപാധിരഹിതമായ സത്യത്തിനെ അറിയുന്ന അറിവാണ് സമാധി. ആകാശകൽപ്പജ്ഞാനം എന്ന് പറഞ്ഞു, ജ്ഞാനേന ആകാശകൽപ്പേന എന്നാണ്. അപ്പോൾ ഉപാധിരഹിതമായ നിർവിശേഷമായ ചൈതന്യത്തിനെ സാക്ഷാത്തായിട്ട് അപരോക്ഷമായിട്ട് അറിയുന്ന ആ ജ്ഞാനം ആണ് ഇവിടെ ചതുശ്ലോകി ഭാഗവതത്തിൽ ഭഗവാൻ ബ്രഹ്മാവിന് ഉപദേശിച്ചു. ഈ സമാധി ഉള്ളിൽ പ്രകാശിച്ചാൽ പിന്നീട് കർത്തൃത്വം ഭോക്തൃത്വം എന്ന ദോഷമുണ്ടാവില്ല. പിന്നെ വ്യവഹാരം എന്തൊക്കെ തന്നെ ചെയ്താലും ആ ജ്ഞാനിക്ക് ദോഷം വരില്ല. ദഗ്ധ രജ്ജു പോലെയാണെന്നാണ്. ഒരു കയർ കത്തിച്ച് കളയുമ്പോൾ കയർ പോലെ തോന്നിയാലും അതുകൊണ്ട് കെട്ടാൻ പറ്റില്ല. അതുപോലെ സത്യം അറിഞ്ഞ ആളും പൂർവ്വ സ്വഭാവത്തിനനുസരിച്ച് അയാൾ ചിലപ്പോൾ പ്രവർത്തിക്കും. ജ്ഞാനികളും ചിലപ്പോൾ കോപിക്കും. ചില സമയത്ത് അവരിലും പ്രാകൃതമായ ഭാവങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടു. അതൊക്കെ അവരുടെ പൂർവ്വ സ്വഭാവമാണ്. അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ഉള്ളിൽ ചൈതന്യമേ ഉണ്ടാവുള്ളൂ. പുറമേക്ക് അതിൻ്റെ ഒരു പുറംചട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. ഉള്ളിൽ ആ സത്തയുടെ ബോധം വന്നു കഴിയും. അപ്പോൾ അഭിമാനം ഉണ്ടാവാൻ സാധ്യമല്ല. സത്യം അറിഞ്ഞവൻ്റെ ലക്ഷണം തന്നെ അഭിമാനം ഉണ്ടാവാൻ. അഭിമാനം, അഹങ്കാരം, അത് വാസ്തവമാണെന്നുള്ള ഭ്രമം ഉള്ളുന്ന് പോയി കഴിഞ്ഞു. അറിവ് ഉള്ളുന്ന അറിവ് കൊണ്ട് പോയത് പിന്നെ ഉണ്ടാവാൻ പറ്റില്ല. കയറിൽ പാമ്പില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ തമാശായിട്ട് നീ ഭാവന ചെയ്തോളൂ. ഭാവന ചെയ്താലും അത് പാമ്പല്ല എന്ന് അയാൾക്കറിയാം. ഇത്തിരി ഭാവനയൊക്കെ ചെയ്തോളൂ, അത് പാമ്പ് പോലെ നടിച്ചോളൂ എന്ന് പറഞ്ഞാലും അത് പാമ്പല്ല എന്നറിയാം. കാരണം ഭ്രമം പോയി കഴിഞ്ഞു. ഭ്രമം പോയതാണ്. മോഹം പോയി കഴിഞ്ഞു. നമുഹ്യന്തി. അപ്പോൾ സത്യം അങ്ങനെ അറിഞ്ഞു കഴിയുമ്പോൾ അതാണ് തേനേ ബ്രഹ്മഹൃദ എന്ന് പറഞ്ഞത്. എന്നുവെച്ചാൽ സമാധി പരിശുദ്ധേന അന്തരംഗേണ. സമാധി അനുഭവം ഉള്ളിലുണ്ടായി കഴിയുമ്പോൾ അങ്ങനെ. അല്ലാതെ ബുദ്ധി കൊണ്ട് മാത്രം അതിനറിയാൻ ശ്രമിക്കുമ്പോൾ മുഹ്യന്തി യത് സൂരയ. മഹാബുദ്ധിശാലികൾ പോലും അതിൽ കിടന്ന് ഭ്രമിച്ചു പോകും. അപ്പോൾ ഇതാണ് ഇവിടെ പറഞ്ഞ വിഷയം. ചതുശ്ലോകി ഭാഗവതം. ഏതന്മതം സമാധിഷ്ഠ പരമേണ സമാധിന ഭവാൻ കൽപ്പവികൽപ്പേഷു ന വിമുഹ്യതി കർഹിച്ചതി. പിന്നെ മോഹിച്ചു പോവില്ല. പിന്നെ എന്താണോ നിങ്ങളുടെ സ്വധർമ്മം, ഈ നിർവികൽപ്പമായ ജ്ഞാനം നേടിയ ശേഷവും അഭിമാനം ഉദിക്കും. എന്താണെന്ന് വെച്ചാൽ പ്രാരബ്ധം ഉണ്ടല്ലോ. അപ്പോൾ പ്രാരബ്ധത്തിനനുസരിച്ച് ജീവിക്കാൻ. പക്ഷെ അത് ദഗ്ധരജ്ജു പോലെയാണ് അഭിമാനമെങ്കിലും ആ അഭിമാനം അവനവൻ്റെ പ്രാരബ്ധത്തിന്. ചില മഹാപുരുഷന്മാർ അവർ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അവർക്ക് ചില കർമ്മ മണ്ഡലം ഉണ്ടാവും, അവിടെ പ്രവർത്തിക്കും. ചിലർക്ക് പല വിധത്തിലുള്ള പ്രാരബ്ധ വ്യവഹാരം ഉണ്ടാവും, അത് ചെയ്യേണ്ടി വരും. ആചാര്യനായിട്ട് ഇരിക്കേണ്ടി വരും, രാജാവായിട്ട് ഇരിക്കേണ്ടി വന്നു ജനകന്. പലർക്കും അവരവരുടെ പ്രാരബ്ധത്തിനനുസരിച്ച് പ്രവൃത്തിയെടുക്കേണ്ടി വരും. പക്ഷെ പ്രവൃത്തിയെടുക്കുന്നത് കൊണ്ടൊന്നും ഞാൻ കർത്താവാണെന്നോ ഭോക്താവാണെന്നോ ഒന്നും തോന്നില്ല. അവരെന്തൊക്കെ കർമ്മം ചെയ്താൽ അകർമ്മമാണ്. കർമ്മണി അകർമ്മയഃ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്ത കൃഷ്ണകർമ്മകൃത് എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ജീവൻ മുക്തന്മാരുടെ അവസ്ഥയാണ്. ഇതാണ് ബ്രഹ്മാവിന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ആത്മജ്ഞാനം. ഈ ആത്മജ്ഞാനം അഥവാ ആത്മവിദ്യയാണ് ഭാഗവതത്തിൽ ഉടനീളം നിറഞ്ഞിരിക്കുന്നത്. ഈ ആത്മവിദ്യയെ പറയാൻ പല പല രീതിയിൽ പല പല കഥകളിലൂടെ ഉദ്യമിക്കുകയാണ് ഭഗവാൻ വ്യാസൻ. അങ്ങനെ തൃതീയ സ്കന്ധത്തിലേക്ക് വന്നു. തൃതീയ സ്കന്ധത്തിൽ മഹാഭാരത കഥ. വീണ്ടും വീണ്ടും മഹാഭാരത കഥയിലേക്കാണ് വ്യാസൻ വരുന്നത്. കാരണം അതാണ് താൻ മുമ്പിൽ നേരിട്ട് കണ്ടു.
അറിവില്ലാത്ത മനുഷ്യർ കാണിക്കുന്ന കോലാഹലങ്ങളൊക്കെ കണ്ടു. നമുക്കൊക്കെ ലോകത്തിൽ ബഹുമാനം എന്താ? വലിയ പണവും അതും ഇതുമൊക്കെ ആയിട്ട് എന്താ പറയുക, രാജ്യങ്ങൾ, ഡെവലപ്ഡ് നേഷൻസ് അല്ലേ? അങ്ങനെ ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള നേഷൻസ്. ഇനിയൊരു ഡെവലപ്മെൻറ്റ് സാധിക്കില്ല. അത്രയും ഡെവലപ്മെൻറ്റ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പാണ്ഡവരും കൗരവരും ഒക്കെ ആ യുദ്ധഭൂമിയിൽ കയ്യിൽ ആയുധവും പിടിച്ച് നിൽക്കുന്നത്. എന്തു വേണമെങ്കിൽ സാധിക്കും. സയൻസ് വളരെ പ്രോഗ്രസ് ചെയ്തൊരു സമയമായിരുന്നു അത്. എനിക്ക് തോന്നുന്നു വ്യാസൻ സയൻസിൻ്റെ എൻഡ് എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത് എഴുതിയിരിക്കുന്നത്. സയൻസ് എവിടെ കൊണ്ടെത്തിക്കും? കുരുക്ഷേത്ര ഭൂമിയിൽ കൊണ്ടെത്തിക്കും. ഇപ്പം അതാണ് നടക്കുന്നത്. ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതി. അവിടെ യുദ്ധം ചെയ്യൂ, ഇവിടെ യുദ്ധം ചെയ്യൂ, അവരെ കൊല്ലൂ, ഇവരെ കൊല്ലൂ. എന്തോ ഒരു പൊട്ടഭാഗ്യത്തിന് ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കാതിരിക്കുകയാണ്. എപ്പോഴാ ആർക്കാ ബുദ്ധിയിൽ ഒരു ചെറിയ ഒരു അല വരിക, വേവ് വരിക അറിയില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കില്ല. നമ്മളും പാല് കുടിക്കണ പൂച്ച പോലെ യാതൊരു കുഴപ്പമില്ല, എന്തു സുഖം, പരമാനന്ദം എന്ന് പറഞ്ഞിരിക്കണു. എപ്പോൾ പൊട്ടുന്ന അറിയില്ല, അത്രയേ ഉള്ളൂ. ഞാൻ ബാംഗ്ലൂരിലേ രാത്രിയായപ്പോൾ ഇങ്ങനെ പൊട്ടുക, പടാർ പടാർന്ന് ഒരു ശബ്ദം കേൾക്കണു. ബാംഗ്ലൂർ പ്രഭാഷണം നടക്കുകയാണ്. അപ്പോൾ രാത്രി 12 മണിക്ക് ഞാൻ ഇങ്ങനെ എണീറ്റ് എന്താ ഇപ്പം ഇങ്ങനെ പൊട്ടണമെന്ന് നോക്കി. നോക്കുമ്പോൾ കിഴക്ക് വശത്തുനിന്ന് പൊട്ടണു. അപ്പോൾ എന്തെങ്കിലും അമ്പലമായിരിക്കും, അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാവുമല്ലോ. വലിയ വലിയ ഡൈനാമിറ്റാണ് പൊട്ടണത്. അപ്പോൾ ശരി നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പടിഞ്ഞാട്ടിൽ നിന്നും പൊട്ടുണ്ട്. എല്ലാം നടുവിൽ പൊട്ടുന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു പാകിസ്ഥാൻ ബോംബിടുകയാണ്. എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് ഈ പഹൽഗാം നടന്നിരിക്കണതേ. അപ്പോൾ ബാംഗ്ലൂർ കൊണ്ടുവന്ന് ബോംബിടുകയാണ്. ഞാൻ സതീഷിനെ വിളിച്ചു, പറഞ്ഞു എല്ലാവരെയും വിളിച്ച് പറഞ്ഞോളൂ, നമുക്ക് സുഖമായിട്ട് ധ്യാനിച്ചുകൊണ്ട് ശരീരം വിടാം. എല്ലാം അവർ കാരണം ജനുവരി 1 പിന്നെ ഈ പൊങ്കലോ ഇതുമാരത്തൊന്നും അല്ല. കുറേ ആലോചിച്ചു ഞാൻ, എന്തെങ്കിലും വിശേഷമാണോ, ദീപാവലി അല്ല, ഒന്നുമല്ല. ഈ രാത്രി 12 മണിക്ക് ഇപ്പോൾ ആർക്കറിയാതെ ദീപാവലിയാണോ വിഷുവാണോ ഒന്നും അറിയില്ലല്ലോ. കുറച്ച് നേരം ആവുമല്ലോ ആലോചിച്ചെടുക്കാനായിട്ട്. ഞാൻ ആലോചിച്ചു ഇതൊന്നുമല്ല. അപ്പോൾ ഈ പൊട്ട് ഒരു സ്ഥലത്ത് പൊട്ടുകയാണെങ്കിൽ എന്തെങ്കിലും അമ്പലമാണോ വിശേഷമാണെന്ന് പറയാം. അപ്പോൾ ന്യൂ ഇയർ അല്ല, ഒന്നുമല്ല. അപ്പോൾ ഈ എല്ലാ സ്ഥലത്തും നല്ല ഗംഭീരമായ ഡൈനാമിറ്റാണ് പൊട്ടണത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചു പറഞ്ഞു, അതേ എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്, എന്തായാലും നമുക്ക് സുഖം അറിഞ്ഞുവല്ലോ നേരത്തെ കൂട്ടി, വേണ്ടവരെയൊക്കെ വിളിച്ച് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, കുറച്ച് നേരം ഒന്ന് ആലോചിച്ചൊന്ന് തെളിച്ചിട്ട് ഇങ്ങനെ ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അത് ബാംഗ്ലൂർ ക്രിക്കറ്റ് ജയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതാണ് കാര്യം. ക്രിക്കറ്റ് മാച്ചിൽ എന്താണ് BH എന്തായാലും പറയാം, അതാണ് അതിൽ ജയിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നമുക്കുണ്ടോ അത് വരുന്നത് അറിയാം. അപ്പോൾ ശരി, അപ്പോൾ എപ്പോഴാ അതൊക്കെ വീഴാന്ന് നമുക്കറിയില്ലല്ലോ ഇല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലോകത്തിൻ്റെ സ്ഥിതി നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് മഹാഭാരതത്തിൽ വേദവ്യാസൻ പറയണതും. നമ്മളുടെ സാമർഥ്യം, നമ്മൾ നേടിയെടുത്തതൊക്കെ തന്നെ നമ്മളെ നശിപ്പിക്കാൻ വേണ്ട വിദ്യയാണ്. ഇരിക്കുന്ന കൊമ്പ് വെട്ടുക എന്ന് പറയില്ലേ, അതാണ് നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം കൊണ്ട്, അറിവ് കൊണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അനുസ്യൂതം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. എല്ലാ സ്ഥലവും നശിപ്പിച്ചു, ശ്വാസവായു നശിപ്പിച്ചു, ജലം നശിപ്പിച്ചു, പ്രകൃതി നശിപ്പിച്ചു, എല്ലാം. എന്നിട്ട് നമ്മളാണ് ഇത്രയും കാലത്തിൽ ഏറ്റവും ശിലായുഗത്തിലെ മനുഷ്യനിൽ നിന്നുമുള്ള പുരോഗതി ഇവിടെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലജ്ജിക്കല്ലേ വേണ്ടത് അല്ലേ? ലജ്ജിക്കുകയാണ് വേണ്ടത്. ഒരു ജീവികൾക്ക് ജീവിക്കാൻ സാധിക്കാത്ത വിധത്തിലാക്കി തീർത്തു. നമുക്കും ജീവിക്കാൻ വയ്യ. ഇനി എത്ര കാലം ഉണ്ടോ അറിയില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ജീവിതം. ഞാൻ ഒരിക്കലും ചെന്നൈയിലെ പ്രഭാഷണത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കാറ് നിർത്തുമെന്ന് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ നല്ലൊരു സീന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. ഒരാൾ ഇരുന്ന് സിഗരറ്റ് വലിക്കുകയാണ്. അയാളുടെ മൂക്ക് കൂടെ പുക ഇങ്ങനെ വരണം. അതല്ല രസം. ഒരു നായ നിന്ന് അടുത്ത് നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
ഞാൻ പറഞ്ഞത് ഫോട്ടോ എടുത്തിട്ട് ചോട്ടിലിടണം. ഈ നായ എന്ത് വിചാരിക്കുന്നുണ്ടാവും? കാരണം ഇത് എന്ത് ജീവിയാപ്പം അത്? നമ്മൾ ഈ അടുപ്പത്ത് പുക കണ്ടിട്ടുണ്ട്, ഈ മനുഷ്യൻ്റെ മൂക്കിൽ കൂടെ നമ്മുടെ ഒന്നും മൂക്കിൽ കൂടെ വരണില്ലല്ലോപ്പാ എന്നാണ്. അത് നല്ല സീനായിരുന്നു അത്. അപ്പോൾ ഇതാണ് മനുഷ്യൻ ബുദ്ധിശാലി എന്ന് പറയണത്. വൃത്തികെട്ട സ്വഭാവമായിട്ട് മാറി, ഒന്നിനും കൊള്ളില്ലാവുന്നു, വിവേകം പോയി. അപ്പോൾ ഇതൊക്കെയാണ് മനുഷ്യൻ പുരോഗതി എന്ന് വിളിക്കുന്നത്. യുദ്ധത്തിന് കോപ്പുകൂട്ടി നിൽക്കുകയാണ് കൗരവരും പാണ്ഡവരും ഒക്കെ. കൃഷ്ണൻ ശാന്തിക്ക് ദൂതനായിട്ട് പോകുമ്പോൾ ശാന്തിയൊന്നും ഫലിക്കില്ല എന്നറിയാം. എന്താണെന്ന് വെച്ചാൽ ആളുകൾ യുദ്ധക്കൊതി പൂണ്ട് നിൽക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാജാവ് ആരും വിളിച്ചിട്ടില്ല, പുറപ്പെട്ടു പോയി. മഹാഭാരതത്തിലുണ്ട്. വീമ്പിളക്കി കൊണ്ട് വയസ്സായ ഒരാളും വിളിച്ചിട്ടില്ല, കുറേ പടയും ആനയും. എന്തിന്? മരിക്കാൻ വേണ്ടി. അതാണ് ഭഗവാൻ ഗീതയിൽ പറയണത്, ഈ പതംഗങ്ങൾ അഗ്നിയിൽ ചെന്ന് വീഴുന്ന പോലെ. എന്താ ശ്ലോകം? യഥാ പ്രദീപ്തം ജ്വലനം പതംഗാഹ വിശന്തി പതന്തി നാശായ സമൃദ്ധവേഗാഹ, അല്ലേ? അതുപോലെ ഈ അഗ്നിയിലേക്ക് പതംഗങ്ങൾ വീഴുന്ന പോലെ പോയിട്ട്. അപ്പോൾ ഇതാണ് പ്രകൃതി. അപ്പോൾ മഹാഭാരത യുദ്ധം ഇങ്ങനെ തയ്യാറായിട്ട് നിൽക്കുമ്പോഴാണ് ധൃതരാഷ്ട്രർ ആലോചിച്ചു, ഇനി എന്താ ചെയ്യുക? മക്കൾ 100 ഒന്നിനെങ്കിലും വിവരമില്ല. ആരെങ്കിലും ഒരാൾ മാറ്റി ചിന്തിച്ചൂടെ, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരാൾ ഈ പയ്യൻ നല്ലവനാണ്, അങ്ങനെ പറയാനില്ല എന്നാണ്. നല്ല ഭാഗ്യമാണ് ആ മനുഷ്യൻ. ഒരാൾ പോലും ഇല്ല. ദുര്യോധനൻ്റെ എന്ത് പറഞ്ഞാലും ഏറാനടിച്ചിട്ട് പുറകെ നിൽക്കുന്ന അനിയന്മാർ, നല്ല അനുസരണയുള്ള അനിയന്മാർ, എന്ത് പറഞ്ഞാലും അനുസരിക്കും. അപ്പോൾ അങ്ങനെയുള്ള 100 പേര്. നമ്മുടെ നിർമ്മലാനന്ദഗിരി സ്വാമി ഉണ്ടായിരുന്നല്ലോ, ആയുർവേദം സ്വാമി പറയും ക്ലോണിങ്ങിൻ്റെ ഇഫക്റ്റാണത് എന്നാണ് അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ ക്ലോണിങ്ങിൻ്റെ ഇഫക്റ്റാണത്. കാരണം മാംസപിണ്ഡം വെട്ടിയിട്ടിട്ട് ജനിപ്പിച്ചതാണല്ലോ ഈ 100 പേരെയും. ഒരാൾക്കെങ്കിലും കോൺഷ്യൻസ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. അപ്പോൾ നമ്മൾക്ക് ഇന്നുള്ള ഈ സയൻറ്റിഫിക് ഇൻവെൻഷൻസൊക്കെ കാണുമ്പോൾ നമുക്കറിയാം സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാവും. ഒരു 50 വർഷം മുമ്പ് ഇതിനൊന്നും അർത്ഥം മനസ്സിലാവാതെ വെറുതെ ഭാവനയിൽ എഴുതിയതാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു മഹാഭാരതം. ഇപ്പോൾ ആർക്കും സംശയമൊന്നുമില്ല അതെങ്ങനെ സംഭവിക്കുമോ എന്നുള്ളതൊന്നും ആർക്കിപ്പോൾ സംശയമില്ല. വളരെ എളുപ്പമായിട്ട് മനസ്സിലാവുന്നുണ്ട് ആളുകൾക്ക്. പശുക്കുട്ടിയൊക്കെ ക്ലോണിങ് ചെയ്തെടുത്തിട്ടേ ഈ ഇഞ്ചക്ഷനിലാണ് ഇപ്പോൾ ഒരുപാട് ജനിക്കണത്. അതും അത് എങ്ങനെ തന്നെയാണ് ഒരു മാതിരി. അപ്പോൾ ഇങ്ങനെ ഈ യുദ്ധം മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ വിതുരൻ മഹാഭാരതത്തിൽ വ്യതിരിക്തമായ ഒരു ക്യാരക്ടർ അദ്ദേഹം മാത്രമാണ്. വ്യാസൻ എന്ത് സന്ദേശമാണ് തരണത്? ആളുകൾ പറയണു ഇവിടെ ഉച്ചനീചഭാവം, വർണ്ണാശ്രമഭാവം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയണു. വിതുരൻ ക്ഷത്രിയനല്ല, ബ്രാഹ്മണനല്ല, വൈശ്യനല്ല, ശൂദ്രനാണെന്ന് പോലും പറയാൻ പറ്റില്ല, മിക്സറാണ്. ആ വിതുരനെയാണ് ജ്ഞാനിയായിട്ട് മുമ്പിൽ വെച്ചിരിക്കണം, വിവേകിയായിട്ട് മുമ്പിൽ വെച്ച്. ഏതൊരു ഘട്ടത്തിലും ഏതൊരു വിഷമ സന്ദർഭത്തിലും ധർമ്മസങ്കടം വരുമ്പോൾ പേടിക്കാതെ എഴുന്നേറ്റ് നിന്ന് ധർമ്മം പറയുന്ന ഒറ്റ ആൾ. ഭീഷ്മർ പോലും പറഞ്ഞില്ല, ദ്രോണർ പറഞ്ഞില്ല. ചീത്ത കേൾക്കും, റിസ്ക്കാണേ. അവരൊക്കെ വിചാരിച്ചു നമ്മൾ എന്തിനാ റിസ്ക് എടുക്കണത്? വയം വിത്തസ്യ ദാസാഹ. ഇവരൊക്കെ ഭീഷ്മരെയും ദ്രോണരൊക്കെ ഈ ദുര്യോധനൻ പറയണത് എന്തിനു കേൾക്കണം? നമുക്ക് സംശയം തോന്നും. ദുര്യോധനൻ അത്ര ഇൻഫ്ലുവൻസിങ് പവർ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ കാണുന്നില്ലേ ഓരോ മിനിസ്റ്റർമാരെയും, ഇവരെയൊക്കെ എന്തിനാ ആളുകൾ അനുസരിക്കണമെന്ന് ചോദിച്ചാൽ അവരുടെ ഉള്ളിൽ ഒരു നെഗറ്റീവ് പവറുണ്ട്. ആ പവർ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല, പേടി തോന്നും. ഭീഷ്മരും ദ്രോണരും ഒക്കെ തന്നെ പറയുകയാണ് ഞങ്ങളൊക്കെ എന്ത് ചെയ്യാം, നല്ല സൗഖ്യമായിട്ട് വെച്ചിരിക്കണം.
സുഖമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ല. അവിടെ വിതുരൻ മാത്രമേ നിന്നുള്ളൂ. വിതുരൻ ധൃതരാഷ്ട്രരുടെ മുമ്പിൽ വന്നു, ധൃതരാഷ്ട്രരുടെ ഉപദേശിച്ചു. ഈ ദുര്യോധനനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒതുക്കൂ എന്ന് പറഞ്ഞു. കേട്ടുകൊണ്ടേ ദുര്യോധനനുള്ളിൽ വന്നു. കുറേ ചീത്ത വിളിച്ചു. ഇയാളെ ആരാ അകത്തേക്ക് കിടത്തിയത്? എപ്പോഴും ഇങ്ങനെ തന്നെ ഞങ്ങൾക്കെതിരെ ഇരിക്കുന്ന മരം വെട്ടാണ്. ഒരുപാട് നിന്ദിച്ചു. ഇതിനു മുമ്പ് നിന്ദിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ കേട്ടു. പക്ഷെ ഇപ്പോൾ വിതുരൻ തീരുമാനിച്ചു ഇനി നിവൃത്തിയില്ല. കാരണം യുദ്ധം വന്നു കഴിഞ്ഞു, ഞാൻ വിചാരിച്ച ഒന്നും ചെയ്യാനൊക്കില്ല എന്ന് പറഞ്ഞ് തൻ്റെ അധികാര ചിഹ്നമായ വില്ല് അവിടെ വെച്ച് ഇറങ്ങിപ്പോയി. ഇറങ്ങിപ്പോകുമ്പോൾ ശ്രീ ശുകബ്രഹ്മ മഹർഷി പറയുന്നു, കൗരവ വംശം എത്രയോ പരമ്പരകളായി ചെയ്ത തപസ്സാണ് പോകുന്നതെന്ന്. കൗരവ പുണ്യലബ്ധ എന്നാണ്. പുണ്യം എത്രയോ കാലം ചെയ്ത പുണ്യം കൊണ്ട് കിട്ടിയ ആ മഹാപുരുഷൻ ഇതാ ഇറങ്ങിപ്പോകുന്നു. അങ്ങനെ ഇറങ്ങിപ്പോയി പല സ്ഥലത്തും തീർത്ഥയാത്ര ചെയ്തു. തീർത്ഥയാത്ര എങ്ങനെ ചെയ്യണമെന്ന് വിതുരൻ്റെ അടുത്ത് പഠിക്കണം. സ്വൈഹി അജ്ഞാത അവധൂത്, തനിക്ക് അറിയുന്നവരുടെ വീടുകളിലേക്കും അങ്ങനെയൊന്നും പോയില്ല. എല്ലാ സ്ഥലത്തും പോയി തീർത്ഥക്ഷേത്രങ്ങളിൽ ജപധ്യാനാദികൾ ചെയ്തു. അവിടെയുള്ള തീർത്ഥസ്നാനാദികളൊക്കെ ചെയ്ത് അവിടെയുള്ള ദേവതാ ദർശനങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ യമുനാ തീരത്തിലെത്തി. യമുനയിൽ യദ്ദർശനാത് കൃഷ്ണമനുസ്മരന്തി. യമുനയെ കണ്ടതും നാച്ചുറലായിട്ട് വരുന്നത് എന്താ? കൃഷ്ണസ്മരണം വന്നു. യമുനയുടെ കാറ്റ് തന്നെ കൃഷ്ണസ്മരണ ഉണ്ടാക്കുക. യമുനയ്ക്ക് കറുപ്പ് കളറാണല്ലോ, അത് കാണുമ്പോൾ കൃഷ്ണൻ കുളിച്ചിട്ടുണ്ടെന്ന് തോന്നുകയാണ്. അതാണ് ശങ്കരാചാര്യർ പറഞ്ഞു, എങ്ങനെയാണ് യമുന കറുത്തത്? വെള്ളത്തിന് കളറൊന്നുമില്ല, പക്ഷെ വിചിത്രമാണ്. നിങ്ങൾ പ്രയാഗിൽ നോക്കുമ്പോൾ ഗംഗയ്ക്ക് വെളുത്ത കളറും യമുനയ്ക്ക് കറുത്ത കളറുമാണ്, രണ്ടും വന്ന് ചേരുമ്പോൾ. എങ്ങനെയാണ് അവളെ കറുത്തതെന്ന് വെച്ചാൽ ആ കറുപ്പൻ കുളിച്ചിട്ടാണെന്ന് തോന്നുന്നു. മുരാരികായ കാളിമാലലാമവാരിധാരിണി ത്രിണീകൃത ത്രിവിഷ്ടപാ ത്രിലോകശോകഹാരിണി മനോനുകൂലകൂലകുഞ്ചപുഞ്ചധൂതദുർമദാ ധുനോതു മേ മനോമലം കളിന്ദനന്ദിനി സദാ. മുരാരിയുടെ കായത്തിലുള്ള കാലിമ, കറുപ്പ് നിറം യമുനയ്ക്ക് പിടിച്ചെടുത്തു തുടങ്ങി. ഇത് ശങ്കരാചാര്യരുടെ ഭാവമാണ്. ആരോ കുളിച്ച് വെള്ളത്തിൽ മഞ്ഞളും തലയിലിട്ട പുഷ്പമൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ ജലച്യുതാച്യുത അംഗരാഗ ലംപട്ടാളി മാലിനി. അച്യുതൻ്റെ അംഗരാഗമാണ്. ശരീരത്തിലുള്ള ചന്ദനമോ ശരീരത്തിൽ തേച്ചിട്ടുള്ള മഞ്ഞളോ ഒക്കെയാണ്. രാധിക കചാന്ത ചമ്പകാളി മാലിനി. രാധികയുടെ കച്ചത്തിൽ തലമുടിയിൽ നിന്ന് വീണിട്ടുള്ള ചമ്പക പുഷ്പത്തിൻ്റെ കൂടെയുള്ള ആ വണ്ടുകളോടുകൂടെ വരണു അത്രയൊക്കെ. ചമ്പകാളി മാലിനി സദാവഗാഹനാവതീർണ ഭർത്തൃഭൃത്യ നാരദ ധുനോതു മേ മനോമലം കളിന്ദനന്ദിനി സദാ. അവിടെ വെച്ച് ദൂരത്ത് നിന്നൊരു ദിവ്യരൂപം അലൗകിക പുരുഷനെ കണ്ടു. ഓടിച്ചെന്നു സാന്നിധ്യബലം കൊണ്ട്. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് ഉദ്ധവനാണ്. തത്ര ഭാഗവതം എന്താണ്? തത്രോദ്ധവം ഭാഗവതം ദദർശ. തത്ര ഉദ്ധവം ഭാഗവതം. പരമം എന്താന്ന് വെച്ചാൽ ഉദ്ധവൻ അങ്ങനെ ഭാഗവതനായിരിക്കും. ഉദ്ധവനെ കണ്ടിട്ട് വിതുരൻ പറയാണ്, കൃഷ്ണനെ കാണുന്ന പോലെ ഉണ്ട്. ഉദ്ധവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൃഷ്ണനും അത് പറഞ്ഞു എന്നാണ്. എന്നാൽ ഉദ്ധവോ അണുവപിമന്യൂന. എന്താന്ന് വെച്ചാൽ ഉദ്ധവനെ താനാക്കിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. നമ്മൾ രണ്ടുപേരും വേറെയല്ല,
ത്വം ച ഭാഗവതേഷു അഹം എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ആ ഉദ്ധവൻ ബദ്രിക്ക് പോകുന്ന വഴിയാണ് വിദുരനെ കാണുന്നത്. ഒരുപാട്, അപ്പോൾ എത്ര വർഷമായി കഴിഞ്ഞു? ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. മഹാഭാരത യുദ്ധമൊക്കെ കഴിഞ്ഞ് വിദുരനിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞുപോയ കാര്യങ്ങളെ ഒന്നും വേണ്ടാതെ, നമ്മൾക്ക് അവിടെ ഒന്നും ജോലിയില്ലെങ്കിൽ ഇറങ്ങിപ്പോയി, നമ്മളൊരു ഓഫീസ് വിട്ടു, പിന്നെ ആ ഓഫീസിലത്തെ കാര്യമൊക്കെ ഫോൺ ചെയ്ത് ചോദിച്ച് അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടക്കേണ്ടത് ഇതൊന്നും ചോദിക്കാൻ പാടില്ല. കഴിഞ്ഞു, ആ ചാപ്റ്റർ ക്ലോസ്ഡ്. അവിടുന്ന് ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോന്നു. മഹാഭാരതത്തിൽ ആര് മരിച്ചു, ആര് ജീവിച്ചു ഒന്നും ചോദിച്ചിട്ടില്ല, ആരോടും അറിഞ്ഞിട്ടില്ല. അറിവിനെ അടയ്ക്കാൻ കഴിയണം, അത് വലിയ സിദ്ധിയാണ്. വേണ്ട സമയത്ത് തുറക്കാനും വേണ്ടാത്ത അറിവിനെ അടയ്ക്കാനും. അവിദ്യയാ മൃത്യും തീർത്വാ വിദ്യയാ അമൃതമശ്നുതേ. ഉപനിഷത്ത് ഒരു പ്രത്യേക മന്ത്രം പറഞ്ഞു. അവിദ്യയും വേണം അത്രയും നമുക്ക്. എന്തിനാന്ന് വെച്ചാൽ മൃത്യു എന്ന് വെച്ചാൽ ഈ ജീവിതമാണ്. നമുക്ക് അവിദ്യയാ മൃത്യും തീർത്വ, ഒരർത്ഥം പറയണത് നമ്മളുടെ ഈ ലൗകിക അറിവൊക്കെ അവിദ്യയാണ്. നമുക്ക് ജീവിക്കാൻ എന്തൊരു ലൗകിക അറിവ് വേണോ അതുകൊണ്ട് ഈ സംസാര ജീവിതം നടക്കുക. വിദ്യയ ആത്മവിദ്യയ അമൃതമശ്നുത, ആത്മവിദ്യ കൊണ്ട് അമൃതത്വം. ഇത് ഭാഷ്യവചനമല്ല ഞാനിപ്പോൾ പറയണത്, അത് വേറെ വിഷയം. മറ്റൊരു അവിദ്യയാ മൃത്യും തിരുത്തുക എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവിദ്യ, അറിയാതിരിക്കുക. അജ്ഞാനേന് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന്. എന്ത് സംഭവിക്കണു ഒന്നും അറിയാൻ പാടില്ല, വേണ്ടാത്ത കാര്യമൊന്നും അറിയണ്ട. അതിനൊരു ശക്തി വേണം. ഇപ്പോൾ മഹാത്മാഗാന്ധി ജയിലിൽ കിടക്കുകയാണ്. ഒരു സ്ഥലം എനിക്കിപ്പോൾ ഓർമ്മയില്ല. ജയിലിലിരിക്കുമ്പോൾ പുറത്ത് എന്തൊക്കെയോ അപകടമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിയെ എങ്ങനെയെങ്കിലും ഈ ഇൻഫർമേഷൻ എത്തിക്കണം പുറത്തുള്ള ആളുകൾക്ക്. അവരൊരു ന്യൂസ് പേപ്പർ, ആ ന്യൂസ് ഉള്ള പേപ്പർ ഗാന്ധിയെ ഡയഗ്നോസ് ചെക്ക് ചെയ്യാൻ പോകുന്ന ഡോക്ടറുടെ കയ്യിൽ കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഗാന്ധി ഇരിക്കുന്ന ഒരു കട്ടിലുണ്ട്, അതിനകത്ത് ആ കട്ടിൽ വെച്ചിട്ട് വരിക ഈ പേപ്പർ. അടുത്ത ദിവസം നിങ്ങൾ ചെല്ലുമ്പോൾ ഗാന്ധി എന്തെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞാൽ പുറത്ത് പറയുക. ഇതാണ് ഇൻസ്ട്രക്ഷൻ. ആ ഡോക്ടർ അതായത് റൂൾ അനുസരിച്ച് പേപ്പർ കൊണ്ടുപോകാൻ പാടില്ല ജയിലിലേക്ക്. ഇയാൾ ഡോക്ടർ പേപ്പർ എടുത്തു കൊണ്ടുപോയി. പേപ്പർ എടുത്തു കൊണ്ടുപോയിട്ട് ഗാന്ധി ഇരിക്കുന്ന കട്ടിൽ വെച്ചു. എന്നിട്ട് പതിവായിട്ടുള്ള ഡയഗ്നോസിസ് കഴിഞ്ഞ് തിരിച്ചുപോയി. എന്നിട്ട് അടുത്ത ദിവസം പോകുമ്പോൾ ആ പേപ്പർ അവിടെ വെച്ച പോലെ അതേപോലെ ഇരിക്കുന്നുണ്ട്. ഗാന്ധി പറഞ്ഞു, ഞാൻ ചുവട്ടിലാണ് കിടന്നത്, നിങ്ങളത് അവിടെ വെച്ചിട്ട് പോയതുകൊണ്ട്. അപ്പോൾ പറഞ്ഞു, എന്തോ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത് അയച്ചത്. എനിക്ക് വേണ്ട, കാരണം ഇവിടുത്തെ നിയമം അത് എടുക്കാൻ പാടില്ല എന്നാണ്. 1. 2, ഞാനൊന്നുമല്ല ഈ കാര്യമൊക്കെ ചെയ്യണത്, ഒരു മഹാശക്തി ചെയ്തുകൊണ്ടിരിക്കണം. ആ ശക്തി എന്നെ അറിയിക്കേണ്ട കാര്യമാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഞാനുണ്ടാവും. ഇപ്പം ഞാൻ അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല, എനിക്കൊന്നും ചെയ്യാനില്ല. ഇപ്പം ഞാൻ ചെയ്യേണ്ട സമയമല്ല, അതുകൊണ്ട് ആ അറിവ് ഞാൻ ഉള്ളിലെടുക്കേണ്ട ആവശ്യം. എന്തൊരു ഇൻസൈറ്റാത്! നിങ്ങൾ ഗാന്ധിയെ സംബന്ധിക്കുകയോ അതൊക്കെ വിടും, ഇതൊന്നും കൊണ്ടുവരാൻ പാടില്ല. ഇതൊക്കെയാണ് പ്രതിബന്ധം പറയുമ്പോഴേക്കും. ആളുകൾക്ക് ഇതൊക്കെയാണ് കുഴപ്പം. എല്ലാറ്റിൻ്റെ മേലെയും ആരോപണം എന്തോന്ന് വെച്ചാൽ ഇവരും എല്ലാറ്റിനും മേലെയുള്ള ആളുകളാണ്, പരമപരിശുദ്ധന്മാർ അല്ലേ. അപ്പോൾ അറിവിനെ അടയ്ക്കാനുള്ള ശക്തിയും വേണം. അറിയേണ്ടത് അറിയാനും ചിലപ്പോൾ ആവശ്യമില്ലാത്ത അറിവ് വലിയ അപകടമാണ്. അതും നമുക്ക് വേണ്ട. അപ്പോൾ വിദുരൻ അങ്ങനെയാണ് തപസ് ചെയ്തുകൊണ്ട് പോയി ഉദ്ധവരെ കാണുന്നതും. ഉദ്ധവരെടുത്ത് ജ്ഞാനം ഭിക്ഷ ചോദിച്ചു. ഉദ്ധവർ പറഞ്ഞു, ഞാൻ അങ്ങയ്ക്ക് ഉപദേശിക്കാൻ എനിക്ക് അർഹതയില്ല. എൻ്റെ അടുത്ത് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് ബദ്രികാശ്രമത്തിൽ പോയി ഏകാന്തത്തിൽ ധ്യാനിക്കാനാണ്.
പക്ഷെ അങ്ങയ്ക്ക് ഉപദേശിക്കാനായി മൈത്രേയ മഹർഷിയെ ആദേശിച്ചിട്ടുണ്ട് ഭഗവാൻ. ഹരിദ്വാരത്തിൽ മൈത്രേയ മഹർഷി കാത്തുകൊണ്ടിരിക്കുന്നു. ദ്വാരിദ്വിനദ്യാഃ ഋഷഭഃ കുരൂണാം മൈത്രേയമാസീനമഗാധബോധം ക്ഷത്തോപസൃത്യ അച്യുതഭാവശുദ്ധഃ പപ്രച്ഛ സൗശീല്യഗുണാഭിതൃപ്തഃ. ഹരിദ്വാറിൽ പോയി മൈത്രേയ മഹർഷിയെ കാണുകയാണ് വിതുരൻ. അതിനു മുമ്പ് രണ്ടുപേരും ആലിംഗനം ചെയ്തു, കൃഷ്ണനെ ചിന്തിച്ചു, കൃഷ്ണൻ്റെ വൈഭവം പറഞ്ഞ് കരഞ്ഞു. അതൊക്കെ ഭക്തിയുടെ അപരിമിതമായ ഭാവങ്ങൾ. അത് കഴിഞ്ഞ് മൈത്രേയ മഹർഷി ഉപദേശിക്കുന്നതാണ് തൃതീയ സ്കന്ധത്തിൽ പല കഥകളും. വിതുരൻ ചോദിക്കുകയാണ് മൈത്രേയനോട്, എനിക്ക് ഉപദേശിച്ചു തരൂ. ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ ദൈവാത് അധർമ്മശീലസ്യ സുദുഃഖിതസ്യ. ഈ മനുഷ്യർക്ക് ഭഗവത് ഭക്തിയിൽ നിന്നും വിമുഖന്മാരായിട്ടുള്ള മനുഷ്യർക്ക് വരുന്ന ഈ ദുഃഖം, അധർമ്മം, എല്ലാ ദുഃഖത്തിനും കാരണമായിട്ടുള്ള ഈ അധർമ്മം, ഇതിനെന്താണ് മരുന്ന് ഭഗവാനെ? എല്ലാവർക്കും സുഖം വേണം, ദുഃഖം വരരുത്. എന്നാൽ ദുഃഖത്തിന് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാനെ ഇതിനുള്ള പരിഹാരം പറഞ്ഞു തരൂ, ഉപദേശിക്കൂ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മൈത്രേയ മഹർഷി ഉപദേശിക്കുന്നു. ആ പരമ്പര ആണ് തൃതീയ സ്കന്ധത്തിൽ കഥകൾ പലതും. വരാഹാവതാരം എടുത്ത് ഭഗവാൻ ഹിരണ്യാക്ഷനെ വധിച്ചു. അത് പര്യന്തമാണ് ഇന്നലെ വായിച്ചത്. ഹിരണ്യാക്ഷവധം. പോത്രിപ്രവരവപുഷാ ദേവഭവത ഹതേ ഹിരണ്യാക്ഷേ പോത്രിപ്രവരവപുഷാ ദേവഭവത ഹതേ ശോകക്രോധഗ്ലഭിത. ഭഗവാന്റെ അടുത്ത് യുദ്ധം പ്രഖ്യാപിക്കുകയാണ് ഹിരണ്യകശിപു, ഹിരണ്യാക്ഷവധത്തിന് ശേഷം. അപ്പോൾ ഹിരണ്യാക്ഷവധം പറഞ്ഞു തൃതീയ സ്കന്ധത്തിൽ. അത് കഴിഞ്ഞ് പ്രജാപതികളുടെ കഥയൊക്കെ പറഞ്ഞു. കർദമ പ്രജാപതി ദേവഹൂതിയെ പരിണയിച്ചു. ദേവഹൂതി എന്ന് വെച്ചാൽ അഖണ്ഡാനന്ദ സ്വാമി ഒരർത്ഥം പറയുന്നുണ്ട്, ദേവം ഹ്വയതി, ദേവനെ ആഹ്വാനം ചെയ്യുന്നു, ദേവനെ വിളിച്ചു വരുത്തുന്നു. വേദത്തിലൊക്കെ വരുന്ന ഒരു വാക്യമാണത്. ഒരു ദേവതാപരമായിട്ടോ സ്ത്രീപരമായിട്ടോ അല്ല, അതൊരു വെർബായിട്ട് ഓർ ദേവന് അർപ്പിക്കപ്പെടുന്ന ആഹുതിയായിട്ട്, അങ്ങനെ എന്തോ ഒരു വിധത്തിൽ പ്രയോഗമുണ്ട്. ഇപ്പോൾ ദേവഹൂതി കർദമ പ്രജാപതിയെ വിവാഹം കഴിച്ചു. പുത്രജന്മത്തിനായി പ്രാർത്ഥിച്ചു. അപ്പോൾ കർദമ പ്രജാപതി കുറച്ചു കാലം തപസ്സിലിരുന്നു. ഭവാനീവ ഭവം പ്രഭും, ആരംഭകാലത്തിൽ നല്ല ഉത്തമ ദാമ്പത്യം, പരമേശ്വരനെ പാർവതീദേവി ശുശ്രൂഷിച്ച പോലെ ദേവഹൂതി കർദമ പ്രജാപതിയെ സേവ ചെയ്തു. ഭവാനീവ ഭവം പ്രഭും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ധാരാളം പെൺകുട്ടികൾ അവർക്ക് ജനിച്ചു. പിന്നീട് കർദമ പ്രജാപതിയിൽ വൈരാഗ്യം ആവിർഭവിക്കുന്നത് കണ്ടു ദേവഹൂതി. ആ വൈരാഗ്യത്തിനെ കണ്ടപ്പോൾ ദേവഹൂതി കർദമ പ്രജാപതിയോട് പറയാണ്, സംഗോയ സംസൃതേർ ഹേതു അസത്സു വിഹിതോ അധിയാം സയേവ സാധുഷു കൃതഃ നിസ്സംഗത്വായ കൽപ്പത്തെ. അസത്തുകളോട് സംഘം വയ്ക്കുമ്പോൾ ബന്ധത്തിന് കാരണമാവും, സജ്ജനങ്ങളോട് സംഘം വയ്ക്കുമ്പോൾ നിസ്സംഗത്വത്തിന് കാരണമാവും. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങയുടെ കൂടെ ഉള്ള ഒരു സമ്പർക്കം എനിക്ക് കിട്ടിയിട്ടും ഞാൻ ഇപ്പോഴും ബന്ധവിമുക്തയല്ല. മനസ്സിൽ ആഗ്രഹങ്ങൾ വരുന്നു, ഞാൻ എന്ത് ചെയ്യും?
ദയാലുഹു. കർദമ പ്രജാപതി വളരെ ദയയോടുകൂടെ പറഞ്ഞു, ഭഗവത് സങ്കല്പമാണത്. ഭഗവാൻ അചിരേണ നിൻ്റെ ഗർഭത്തിൽ പ്രവേശിക്കും. അനുഗ്രഹിച്ചു.